ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് കൊല്ലം കൊട്ടാരക്കരയിൽ 3 വയസ്സുകാരൻ കിണറ്റിൽ വീണു മരിച്ചു. വിലങ്ങറ സ്വദേശികളായ ബൈജു ധന്യ ദമ്പതികളുടെ മകൻ ദിലിനാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീഴുകയായിരുന്നു. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. കൊട്ടാരക്കരയിൽ നിന്ന് സുജിത്ത്, അങ്ങേറ്റം ദാരുണമായ ഒരു വിവരമാണല്ലോ വരുന്നത്. എന്താണ് സംഭവിച്ചത്? വിജയകുമാർ, ഇന്ന് 10:30 ഈ സംഭവം, ഈ അതിദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കുട്ടിയുടെ വീടിന് മുന്നിലാണ്. 3 വയസ്സുകാരനായിട്ടുള്ള ദിലിൻ, ബൈജു ധന്യ ദമ്പതികളുടെ മകനാണ്. കൊട്ടാരക്കര വിലങ്ങറ പിണറ്റിൻ മൂട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. കളിക്കുന്നതിനിടെ കുട്ടി കിണറ്റിൽ വീണു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീട്ടിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ കിണർ ഉണ്ട്. ആ കിണറിന് ചുറ്റുമതിൽ വളരെ പൊക്കം കുറഞ്ഞതാണ്. അതുകൊണ്ട് അവിടേക്ക് എത്തി നോക്കിയപ്പോഴാകണം കുട്ടി കിണറ്റിലേക്ക് വീണത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെയിൻറ്റിംഗ് തൊഴിലാളികൾ, ഈ സമീപത്തൊരു വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ പെയിൻറ്റിംഗ് തൊഴിലാളികൾ എത്തി കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ വളരെ ആഴമുള്ള കിണറാണ്. കിണറ്റിൻ്റെ ആഴങ്ങളിലേക്ക് കുട്ടി പോവുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ വീട്ടുകാർ ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിൽ വിവരമറിയിച്ച് ഫയർഫോഴ്സ് എത്തി കുട്ടിയെ കരക്കെത്തിച്ചെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ്. വിദേശത്ത് നിന്നും അച്ഛനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിവരമറിഞ്ഞ് നാട്ടുകാരൊക്കെ, നിരവധി ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. പോലീസ് ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിരുന്നു. കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ ഇവിടേക്കുള്ള ആളുകളൊക്കെ തന്നെ ധാരാളം ആളുകളുണ്ട്. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇവിടുത്തെ പൊതുപ്രവർത്തകനും അതുപോലെ തന്നെ അയൽവാസിയുമായിട്ടുള്ള അനൂപ് നമുക്കൊപ്പം ചേരുകയാണ്. അനൂപ്, എന്തായിരുന്നു സംഭവിച്ചത്? രാവിലെ ഒരു 10:50 ആ സമയത്ത് എനിക്ക് ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുന്നതാണ്. അതിൻ്റെ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മരിച്ച കുട്ടിയുടെ മുത്തച്ഛൻ കച്ചവടം ചെയ്തത്. സ്റ്റേഷനറി കടയാണ്. അദ്ദേഹം പെട്ടെന്ന് പോരുന്നുണ്ടുകൊണ്ട് ഞാനും കൂടെ തൊട്ട് പുറകെ തന്നെ ഇവിടെ എത്തിയ സമയത്ത് കുട്ടി കിണറ്റി വീണെന്ന് തൊട്ടടുത്ത് പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരുന്നത്. അവരാണ് കൂടെ വന്ന ഒരു രക്ഷിക്കാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി. പക്ഷേ കുട്ടി അങ്ങ് അടിയിലോട്ടങ്ങ് പോയി. പിന്നീട് ഏകദേശം അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫയർഫോഴ്സ് വന്നപ്പോഴത്തേക്ക് അടിയില്ല, കുട്ടി പൊങ്ങി വരുന്നില്ല. പിന്നെ അവർ പാതാളക്കരണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഉയർത്താൻ ശ്രമിച്ച് ഒരു 10-15 മിനിറ്റോളം അവർ ഒന്ന് ശ്രമിച്ചപ്പോഴത്തേക്ക് കുട്ടിയുടെ ബോഡി കിട്ടി. അങ്ങനെ ഉടൻ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഇതാണ് വിജയകുമാർ സംഭവിച്ചത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത്. കളിക്കുന്നതിനിടയിൽ കുട്ടി കിണറ്റിലേക്ക് വീണു എന്നാണ് കരുതുന്നത്. 2.5 വയസ്സ് മാത്രമാണ് കുട്ടിയുടെ പ്രായം. ദിലിൻ എന്നാണ് കുട്ടിയുടെ പേര്. അമ്മയും മുത്തശ്ശിയുമാണ് ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് ഇവർ വന്ന് നോക്കുമ്പോഴാണ് കുട്ടി കിണറ്റിലേക്ക് വീണതായി മനസ്സിലായത്. ഉടൻ തന്നെ സമീപത്തുള്ള പെയിന്റിംഗ് തൊഴിലാളികളെ വിവരമറിയിച്ചു. കരച്ചിൽ കേട്ടോടാണ് അവർ വന്ന് നോക്കിയത്. അപ്പോഴാണ് കുട്ടി ആഴങ്ങളിലേക്ക് അതിദാരുണമായ ഒരു വിവരമാണ് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നത്. വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് ആ കുഞ്ഞ് വീണത്. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കിണറ്റിലേക്ക് വീണു എന്നാണ് കരുതുന്നത്. വിലങ്ങറ സ്വദേശികളായ ബൈജു ധന്യ ദമ്പതികളുടെ മകൻ ദിലിനാണ് ഈ മരിച്ചത്. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.